അവർക്കെല്ലാം ഉള്ളത്. ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്കുള്ള പറിച്ചുനടലൊന്നും അഭിനേതാക്കളുടെ പ്രകടനത്തിൽ പോലും നടന്നിട്ടില്ല. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ശോഭനയുടെ കഥാപാത്രമാണ്. ദിശ പട്ടാനി 1-2 സീനുകളിൽ വന്നതൊഴിച്ചാൽ മറ്റൊന്നും കാര്യമായി ചെയ്യാനുണ്ടായിരുന്നില്ല അവർക്ക്. ദീപിക പദുക്കോണിനാണ് അഭിനയിക്കാനുള്ള ഉത്തരവാദിത്തം സംവിധായകൻ നൽകിയത്. അതായത് വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴും വൈകാരികമായി പ്രേക്ഷകനെ തൊടാനുള്ള പ്രകടനങ്ങളൊന്നും താരങ്ങൾ നടത്തുന്നില്ല. ഫാന്റസി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നതിലാണ് താരങ്ങളുടെ പ്രകടനങ്ങൾ. BGM മനോഹരമായപ്പോൾ പാട്ടുകൾ നിരാശയാണ് സമ്മാനിക്കുന്നത്. ബാഹുബലി മാറ്റി നിർത്തിയാൽ റൊമാന്റിക് ആക്ഷൻ നായകൻ എന്നതാണ് പ്രഭാസിന്റെ സേഫ് സോൺ. താരത്തിന് തന്നെ ചില മാനറിസങ്ങളും സംഭാഷണങ്ങളും ചിരി നിറക്കുന്നതാണ്. അതായത് തിരക്കഥ ഒരുക്കുമ്പോൾ തന്നെ പ്രഭാസിനായി എഴുതുകയാണെങ്കിൽ അത്തരത്തിലുള്ളത് ചേർക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ ചിത്രത്തിൽ രാജമൗലി പോലും കയറി വരുന്നുണ്ട്. ബാഹുബലിയുടെ റെഫറൻസുകളും തമാശക്കായി ചേർത്തിട്ടുണ്ട്. നാഗാശ്വിൻ യൂണിവേഴ്സ് എന്ന തരത്തിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഭൈരവന്റെ ആക്ഷനുകൾ കൂടുതലും അടുത്ത ചിത്രത്തിലേക്കായിരിക്കും സംവിധായകൻ മാറ്റിവെച്ചിരിക്കുന്നത്. 600 കോടി മുതൽ മുടക്ക് എന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ വലിപ്പം ഒന്ന് ആലോചിച്ചു.